ഫിലിപ്പീൻസ് ദൈവകരുണയ്ക്ക് പൂർണ്ണമായും സ്വയം സമർപ്പിക്കുന്ന ആദ്യത്തെ വ്യക്തിഗത രാഷ്ട്രമാണ്. 2016 റുവാണ്ടയിൽ നടന്ന പാൻ ആഫ്രിക്കൻ കോൺഗ്രസിൽ ആഫ്രിക്കയിലെ ബിഷപ്പുമാർ മുഴുവൻ ഭൂഖണ്ഡത്തെയും ദൈവകരുണയ്ക്ക് സമർപ്പിച്ചിരുന്നു. ഇത് വളരെ ശ്രദ്ധേയമാണ്. ലോകചരിത്രത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ രാജ്യത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ബിഷപ്പുമാർ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സമർപ്പണത്തോടനുബന്ധിച്ച് ദൈവകരുണയുടെ ഭക്തി പ്രചരിപ്പിക്കുന്നതിനായി സമർപ്പിച്ചിരുന്ന സഭയായ മരിയൻസ് ഓഫ് ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ അംഗം ഫാദർ ജെയിംസ് സെർവാൻഡസ് പറഞ്ഞു. ദേശീയ സമർപ്പണത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഫാദർ സെർവാൻഡസ് രാജ്യത്തുടനീളമുള്ള ബിഷപ്പുമാർക്ക് അയച്ച ഹൃദയംഗമമായ കത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. അതിനുള്ള പ്രതികരണം വളരെ സ്വാഗതാർഹമായിരുന്നു. ഫിലിപ്പീൻസിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ സമ്മേളനത്തിൽ ഇത് ഔദ്യോഗികമായി അംഗീകരിച്ചു. 2025 ജൂബിലി വർഷ ആഘോഷങ്ങളുടെ ഭാഗമായി ഏപ്രിൽ 27 രാജ്യവ്യാപകമായി നടക്കുന്ന എല്ലാ കുർബാനകളിലും ഈ സമർപ്പണം നടത്തപ്പെട്ടു. CBCPയുടെ പ്രസിഡന്റ് കർദിനാൾ പാബ്ലോ വിർജീലിയോ ഡേവിഡ് എല്ലാ രൂപതകളും ഇടവകകളും കത്തോലിക്ക സ്ഥാപനങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പാസ്റ്ററൽ പ്രസ്താവന പുറപ്പെടുവിച്ചു. പൊതുവായ മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് പകരം പ്രത്യേകം തയ്യാറാക്കിയ ദൈവകരുണ പ്രതിഷ്ഠാ പ്രാർത്ഥന നടത്തി. എന്നിരുന്നാലും ഇതൊരു ആചാരം എന്നതിനപ്പുറമാണെന്നും സമർപ്പണമെന്നാൽ പൂർണ്ണമായ കീഴടങ്ങൽ എന്നാണ്, ദൈവത്തിനും അവന്റെ ഇഷ്ടത്തിനും നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്നും ഫാദർ സെർവാൻഡസ് ഊന്നി പറഞ്ഞു. ദേശീയ മെത്രാഭിഷേകത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി ദൈവകരുണയ്ക്ക് സമർപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം വർദ്ധിപ്പിക്കുന്നതിനായി മരിയൻ ഹെൽപ്പേഴ്സ് ഫിലിപ്പീൻസ് ഫേസ്ബുക്ക് പേജിലൂടെ ഫാദർ സെർവാൻഡസ് 14 ഭാഗങ്ങളുള്ള ഒരു വീഡിയോ പരമ്പര ആരംഭിച്ചു. ഇന്ന് പല കത്തോലിക്കരും കുമ്പസാരിക്കുകയോ കൂദാശകൾ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ യേശു വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരെയും, പ്രത്യേകിച്ച് പാപികളെ എന്റെ അടുക്കൽ കൊണ്ടുവരിക, അതാണ് ദൗത്യമെന്നും അദ്ദേഹം പറഞ്ഞു. 1930കളിൽ പോളീഷ് കന്യാസ്ത്രീയായ വിശുദ്ധ ഫൗസ്റ്റീന കൊവാൽസയ്ക്ക് വെളിപ്പെടുത്തിയതും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ജനപ്രിയമാക്കിയതുമായ ദൈവകരുണയുടെ സന്ദേശം കത്തോലിക്കാ സഭയിലെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രസ്ഥാനമായി മാറിയിരിക്കും. ഫിലിപ്പീൻസിൽ ഇത് ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ ദൈവകരുണയുടെ പ്രതിച്ഛായയ്ക്കും ജപമാലയ്ക്കും സമർപ്പിച്ചിരിക്കുന്ന ഒരു രാജ്യമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ദൈവകരുണയുടെ ആഘോഷത്തിന് ഫിലിപ്പീൻസ് ആതിഥേയത്വം വഹിക്കുന്നു. മിസാമിസ് ഓറിയന്റലിലുള്ള അതിരൂപത ദൈവകരുണയുടെ ദേവാലയത്തിലേക്ക് 57,000-ത്തിലധികം തീർത്ഥാടകരെ ആകർഷിക്കുന്നു. അതോടൊപ്പം പോളണ്ടിലെ ക്രാക്കോ ദേവാലയത്തിൽ ദൈവകരുണയുടെ ഞായറാഴ്ച ഏകദേശം 25,000 തീർത്ഥാടകർ എത്തിച്ചേരും. അതേസമയം മസാച്യൂസെറ്റ്സിലെ US നാഷണൽ ദേവാലയം ഏകദേശം 20,000 മുതൽ 25,000 തീർത്ഥാടകരെ വരെ സ്വാഗതം ചെയ്യുന്നു. രാജ്യത്തിന്റെ സമർപ്പണ കർമ്മം രാജ്യത്തിന്മേൽ കൃപയുടെ കവാടങ്ങൾ തുറക്കുമെന്ന് ഫാദർ സെർവാനസ് വിശ്വസിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു: അതിരുകളില്ലാതെ വിശ്വസിക്കുന്ന ആത്മാക്കൾ എനിക്ക് വലിയ ആശ്വാസമാണ്. എന്റെ കൃപകളുടെ എല്ലാ നിധികളും ഞാൻ അവയിൽ പകരുന്നു. രാജ്യവും ലോകവും വളരെയധികം ധാർമ്മികവും സാമൂഹികവും രാഷ്ട്രീയവുമായ വെല്ലുവിളികൾ നേരിടുന്ന സമയത്താണ് ഈ ദേശീയ സമർപ്പണം നടക്കുന്നത്. യുദ്ധഭീഷണികൾ, അഴിമതി, സാംസ്കാരിക ആശയക്കുഴപ്പം, ധാർമ്മിക തകർച്ച എന്നിവ നേരിടുമ്പോൾ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും കൂട്ടായ പ്രതികരണമായിട്ടാണ് സഭാ നേതാക്കൾ ഈ പ്രവൃത്തിയെ കാണുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ എപ്പോഴും പറഞ്ഞതുപോലെ ലോകത്തിലെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമാണ് ദൈവകരുണ, ഫാദർ സെർവാൻഡസ് അനുസ്മരിച്ചു. ഈ നാഴികക്കല്ലായ ആത്മീയ നിമിഷത്തിനായി ഫിലിപ്പീൻസ് തയ്യാറായപ്പോൾ അത് ആഴത്തിലുള്ള കത്തോലിക്ക രാഷ്ട്രമായി മാത്രമല്ല, ദൈവകരുണയിൽ രാജ്യത്തിന്റെ ഭാവി സമർപ്പിച്ച് ലോകത്തിന് പ്രത്യാശയുടെ ഒരു ദീപസ്തംഭമായി മുന്നേറുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.